ഒരു മിനിറ്റ്, ഇത് ഗോലയോ അടിച്ചാലേ വരും. ഓക്കെ, ചാറ്റ് വന്നു. ഹായ് സുഖല്ലേ? ഹായ് ഹലോ. വിഷ്വൽ വരുന്നില്ല, നോക്കിയ വിഷ്വൽ വരുന്നില്ല. ലൈവ് നോക്കിയ ഒരാള് വന്നോ? നോക്കിയ വാ വാ വാ. Chat, 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 chat. What's up? What's up? What's up? What is up, everybody in the chat? Welcome back to another live stream. എടാ കുറച്ച് അടുത്തോട്ട് കൊടുക്കും. മൈക്ക് എടുത്തില്ല. അഖിൽ എൽ ക്യാമറ എന്നുള്ള ഇത് ഇന്ന് കെട്ടിക്കരുത്. ലാസ്റ്റ് തയ്യാറിൽ മൊത്തം എൽ ക്യാമറ വന്ന് ഇത്തവണ വരുത്തിക്കരുത്. ഓക്കെ, എനിവേസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. എടാ സൗണ്ട് ഓക്കെ ആണോ? ടെസ്റ്റ് ചെക്ക് മൈക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ സ്പാം ചെയ്യണം എല്ലാവരും. മൈക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ സ്പാം ചെയ്യണം. ആൽബി ഷാമുൽ വിത്ത് ദ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ഓഫ് ദ സ്ട്രീം. 20 rupees സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ആൽബി ഷാമുൽ. വെൽക്കം ടു ദ സ്ട്രീം. പിടിക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഇന്നും കൂടിയാ നമ്മളെ ഇനോഗ്രേഷൻ ഉള്ളൂ. ഇന്ന് പറയട്ടാ. ഇന്നാ നമ്മളെ ഇതെന്താ പവർ അറിയോ? ഇതെന്താ പവർ? മന്തിക്കട ഇനോഗ്രേഷൻ ചെയ്യാനാ പോകുന്നത്. അതിന്റെ പവർ അല്ലെങ്കിൽ ഒരു അക്ഷരം ഉണ്ടാത്തൊരു ബോണ്ടൊക്കെ കണ്ണും മൂക്കും വെച്ചിട്ട് നാറിയാന്നത്. മന്തി തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അക്ഷരം ഉണ്ടൂല. മട്ടൻ മന്തി അണി അൽഫാം, മട്ടൻ മന്തി, അണി അൽഫാം, അതുപോലെ കരിച്ചതല്ല നല്ല അൽഫാമെല്ലാം ഉണ്ട്. പൊളിക്കാൻ എനിക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ഫുഡിന്റെ ഒരു റെസ്റ്റോറന്റ് നമ്മള് ഉദ്ഘാടനം ആദ്യമായിട്ട് ഒന്നല്ല. അതെ, നമ്മള് കൂടുതലും ചെയ്യുന്നത് ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ്, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ എല്ലാം നമ്മൾ ചെയ്യില്ല. നമ്മൾ ആദ്യമായിട്ട് റെസ്റ്റോറന്റ് ഫീൽഡിലുള്ള ഒരു ഇനോഗ്രേഷൻ ആദ്യമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇന്നും കൂടിയാ നമുക്ക് എന്താ പറയാ തിരക്കുകളും കാര്യങ്ങളെല്ലാം ഇന്നോട് കൂടി നമ്മളെ ഒഴിവായെന്ന്. ഓക്കെ, കുറയാൻ മതി. ഒഴിവായെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മള് ഒരാഴ്ചയല്ല, ഒരു 10 ദിവസത്തേക്ക് അല്ല, 10 ദിവസമല്ല, ഒരാഴ്ചത്തേക്ക് ഇനി പ്രോപ്പർ സ്ട്രീമിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയത്. ഓണം സ്ട്രീം വരാണ്ട് നാളെ ഓണത്തിന്റെ കോസ്റ്റ്യൂം സ്ട്രീം ഉണ്ട്. മറ്റന്നാളെ ഓണത്തിന്റെ IR നമ്മൾ ഇടാൻ പോയത്. ഓണത്തിന്റെ, അതായത് നമ്മളെ വീട്ടിന്റെ പുറത്ത് മൊത്തം സ്റ്റേജും കാര്യങ്ങളും, ഉറിയടി, വടംവലി, ഞാൻ പറയട്ടെ, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇനി അങ്ങോട്ട് ചാറ്റ് നോക്കാൻ പോരാ. ഇനി അങ്ങോട്ട് ബാക്ക് ടു നോർമൽ സ്ട്രീംസ് ആണ്. ബാക്ക് ടു നോർമൽ സ്ട്രീംസ് ഞാൻ ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷം 3 ഇനോഗ്രേഷൻ നിരക്കിന് വന്ന് 30, 31, 1, പിന്നെ ഇപ്പൊ ഇതാ 3-ാം തീയതി 4 ഇനോഗ്രേഷൻ ഒരുമിച്ച് വന്ന്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരാഴ്ചത്തേക്ക് നമ്മള് പരിപാടികളൊന്നും എടുക്കുന്നില്ല. ഇനി ഓണം സ്ട്രീം നമ്മളെ കാര്യങ്ങൾ, കണ്ടന്റും കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ എനിവേസ് ചാറ്റ് സൗണ്ട് അല്ലോ ഗൈസ്, ഞാൻ പറയട്ടെ. എടാ സംഭവം ഞാൻ പറയട്ടെ, നമ്മള് ഇത് IR ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതല്ല. പൊതുവെ നമ്മൾ ഇനോഗ്രേഷൻ IR ചെയ്യലില്ല, മനസ്സിലാ. ഇതിപ്പോ ലാസ്റ്റത്തെ ഇനോഗ്രേഷൻ, ഡെയിലി ഇനോഗ്രേഷനുകളുണ്ട്. അപ്പം എല്ലാ ഇനോഗ്രേഷനും IR ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാവും, ആൾക്കാർക്ക് ബോറടിക്കും. എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരെ പോകുന്നു, ആടുന്ന് റിബൺ കട്ട് ചെയ്യുന്നു, സ്റ്റേജിൽ കയറിട്ട് എല്ലാവരും ഒന്ന് ആശംസ അറിയിക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഈ ഇനോഗ്രേഷൻ IR ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനോഗ്രേഷൻ IR ചെയ്യാത്തത്. പക്ഷെ ഇന്ന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ലാസ്റ്റത്തെ ഈ ആഴ്ചത്തെ അല്ല, അടുത്തൊരു 10 ദിവസത്തേക്കിന് പരിപാടികളൊന്നും ഉണ്ടാവില്ല. മിക്കവാറും എടുക്കൂല. എന്തായാലും ഒരാഴ്ചത്തേക്ക് എടുക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് നോക്കുന്നുള്ളൂ. അപ്പം ലാസ്റ്റത്തെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ IR ഇടുന്നത്. അപ്പൊ IR ഇടാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയതല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൈക്ക് എടുത്തില്ല, IR സെറ്റ് എടുത്തില്ല. ഇത് ഫോണിൽ നമ്മൾ ഇത് എന്റെ ഫോണിലാണ്, എന്റെ പേഴ്സണൽ ഫോണിലാണ് ഞാൻ IR ഇട്ടിട്ടുള്ളത്, മനസ്സിലായി. മൈക്ക് എടുത്തിട്ടില്ല, IR ഡിവൈസ് എടുത്തില്ല, ബോണ്ടിങ് ഡിവൈസ് എടുത്തില്ല, ട്രാൻസ്മിറ്റർ എടുത്തില്ല, ഒരു സാധനം നമ്മൾ എടുത്തിട്ടില്ല, മനസ്സിലായി. തട്ടിക്കൂട്ട് വെറുതെ വന്ന ലാസ്റ്റത്തെ ഇനോഗ്രേഷൻ ആയിക്കൊണ്ട് ഒന്ന് IR ഇട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളെ ഡ്രസ് എങ്ങനെ ഔട്ട്ഫിറ്റ് ചെക്ക് എല്ലായിടത്തും. ആരാ ഏറ്റവും W ഔട്ട്ഫിറ്റ് എന്ന് പറയാം?
ആരാടാ കന്നഡയിലും കന്നഡ എടുക്കാൻ പറഞ്ഞു. മുനി വരുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോ അതിന് ചവിട്ട് 2 ചവിട്ടോട്ട് സുഡിയാലെ ഡ്രസ് എന്റേത് എന്താണ് എന്താണ് ഇല്ല സൗണ്ട് ഡിലേ ഒന്നുമില്ല മോനെ മൈക്ക് സൗണ്ട് അത്ര ഉണ്ടാവും. അടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോൾ അത്ര സൗണ്ട് കേൾക്കും. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഒരു മോനെ ഓരോരുത്തർ ക്ലാസ് പിന്നെ ഓ ആയിക്കോട്ടെ. ഇടുന്ന ആളെ ലുക്കിലാന്ന് കാര്യം. ഇടുന്ന ആളെ ഓ എല്ലാരും ജാസി അറിയുന്നുണ്ട്. ചാറ്റ് വന്ന് ജാസി. ഓ ഞാനാ പൊളിയാ കണ്ണടെല്ലാം മരിയ കോസ്റ്റ്യൂമിൽ എനിവേസ് ഗൈസ് സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ 5 മണിയാണ് ഇനോഗ്രേഷൻ പറഞ്ഞത്. നമ്മൾ 5 മണിക്കാണ് പോകുന്നതെന്ന് അവരോട് പറഞ്ഞത്. അപ്പൊ അവര് പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് അവര് പ്രചരിപ്പിച്ചത് 5:30 എന്നുള്ള 5:30 എന്നുള്ള ടൈമാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളോട് ഒരു അരമണിക്കൂർ ഡിലേ ഇട്ടിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചു. അല്ല വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതപ്പോ പിന്നെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തൊരു കോമാളിയാണ്. മന്തിക്കടയിൽ മന്തി കഴിക്കാൻ പോകുന്നില്ലട നീ. യോ മോനെ മന്തി ഏത് മൂഡ് മന്തിയാണ് മന്തി മൂഡ് എന്തെല്ലാം പല സ്റ്റേജിൽ പോയിട്ട് വിതുങ്ങരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആരോട് ഇവിടെ ആരാ മെയിൻ ബുദ്ധിങ്ങി ആരാ? സ്റ്റേജിൽ മുരുങ്ങുന്ന ആളാരാ? ഒന്ന് മുനു. പിന്നെ ഇവൻ ബുദ്ധിങ്ങലില്ല, പക്ഷെ ഇവൻ കൊളാക്കും. ഞാൻ പാട്ട് പാടും, എല്ലാ പരിപാടിയും ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ ഇവന്റെ എല്ലാ സ്റ്റേജ് പാട്ടുകളും കൊളായടാ. ലാസ്റ്റത്തെ ഇന്ന് എന്റെ പരിപാടി കണ്ടിട്ട് ഡബ്ല്യൂ ഇട്ടിരിക്കും. ഞാൻ നാരങ്ങപ്പാല് പാടാൻ നീ നാരങ്ങ പറയാൻ പറഞ്ഞു. അതില് പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് നാട്ടിൽ പോയിട്ടുള്ള കണ്ണൂർ അതിലെ പാസ്പോർട്ട് കുറച്ച് ചൊറയായിട്ടുള്ളടാ. മീൻസ് പാസ്പോർട്ട് വേണമെങ്കിൽ ഉപ്പാന്റെ ഒരു ഇത് വേണം. എനിക്ക് ഉപ്പയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയാ ലീഗൽ അങ്ങോട്ടും ഇവിടെ പേപ്പറിന്റെ കാര്യങ്ങളാണ്. കുറെ പ്രാവശ്യം നേരിട്ട് തന്നെ പോകേണ്ടി വരുന്നത്. അതെന്തായാലും നമ്മള് എന്തായാലും ഞാൻ 8-ാം തീയതി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് 8-ാം തീയതി കണ്ണൂർ പോകണം. 8-ാം തീയതി എനിക്ക് കേസ് ഉണ്ട്. ഓക്കെ, 8-ാം തീയതി നമ്മളെ പഴയ കേസിന്റെ വിളി വന്നിട്ടുണ്ട്. കുറെ കേസുകൾ ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ഇവിടെ കോടതിയിൽ പോകേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ എന്താ വെച്ചാൽ 8-ാം തീയതി എനിക്ക് എന്തായാലും പോകണം കണ്ണൂർ. അപ്പൊ ഇവന്റെ കാര്യം കൂടി ഒന്ന് സെറ്റ് ആക്കണം. കാരണം നമ്മള് ദുബായിക്ക് പോകുന്നത് അതില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ആവും. ചെക്കനും വിഷമാവും. തൊപ്പി ടീഷർട്ട് എന്താ കുഴപ്പമുണ്ടോ? ഓക്കെ അല്ല ഡബ്ല്യൂ ടീഷർട്ട് ഇല്ല, സെറ്റല്ല. എന്താണ് മന്തി പോയിനെടുക്കണം പോലും. അതെന്തിനാ എന്നോട് പറയുന്നത്? മന്തി പോയിനെടുക്കണം. ആ പാർസൽ എടുക്കണം, വീട്ടിൽ കൊണ്ടുപോകണം. എടുക്കുന്നുണ്ട്. അല്ല നമ്മള് ഗസ്റ്റ് അല്ലേ, അത് ഞാൻ എല്ലാ അടുക്കളയിൽ പോയിട്ട് ഞാൻ പറഞ്ഞോളൂ കുറച്ച് മന്തി പൊതിഞ്ഞേക്കണം. കാരണം രാത്രി കഴിക്കാലോ നമുക്ക്. രാത്രി കഴിക്കാൻ നിങ്ങൾക്ക് മന്തിയല്ലേ വാങ്ങിച്ചു തരണ, പിന്നെന്താ രാത്രി കഴിക്കാൻ വേണ്ട. പിന്നെ എടാ എന്റെ ടീഷർട്ട് അല്ലടാ, എന്താടാ കോൺഫിഡൻസ് കളയല്ലടാ. ഒരു സ്റ്റേജിലേക്ക് ഞാൻ കയറാൻ പോകുന്നടാ. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റി, ഈ ചാറ്റിൽ വന്ന് എല്ലാം ഇടുന്ന ആൾക്കാർ, ഈ ആൾക്കാരിൽ 99% ആൾക്കാർ സ്റ്റേജിൽ ഇതുവരെ കയറാത്തവർ. 90% അല്ല 90% സ്റ്റേജിൽ മോനെ സ്റ്റേജിൽ കയറുന്നതെല്ലാം പറഞ്ഞ ചെറിയ പരിപാടിയല്ല. ഇതിലെല്ലാം കുറച്ച് ഇതാണ്. കുറച്ച് കോൺഫിഡൻസ് ഇതെല്ലാം ആണ്. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഡ്രസ്സിങ്ങിലും മുടിയിലെല്ലാം എങ്ങനെങ്കിലും സെറ്റ് ആക്കിയിട്ട് എങ്ങനെങ്കിലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കയറാൻ പോകുമ്പോ ഇങ്ങനത്തെ വർത്താനം വന്ന് പറയലടാ മുത്തേ. എന്തിനാടാ? ഡബ്ല്യൂ ഉണ്ട്, പക്ഷെ കൊറേ എല്ലാം അതിന്റെ ഇടക്ക് വന്ന്. നീ എന്നാ എന്റെ ഡ്രസ് ഇടുന്ന കറുപ്പ് ഇത് ഇടുന്ന ഇൻസൈഡ് ചെയ്യുന്ന ഇത് കാണാൻ എല്ലാരും പറയാം. ക്യാമറ ക്ലീൻ എന്ന് പറഞ്ഞു. ക്യാമറ ക്ലീൻ ചെയ്ത് കൽവിനകമേ. എടാ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്
ഇവിടുന്ന് ഇനോഗ്രേഷന്റെ സ്ഥലത്ത് ഇതെന്ന് വെച്ചാൽ ഒരു മലമ്പ്രദേശമല്ല, എന്താ പറയാ, നിങ്ങൾ ഇത് നോക്ക്, ഏരിയ നോക്ക്, മനസ്സിലായി, സിറ്റി ഏരിയ അല്ല. നമ്മള് ഇനോഗ്രേഷൻ വന്നത് കുറച്ചൊരു ഉൾഗ്രാമല്ല, പക്ഷെ അത്യാവശ്യം ഒരു കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലം. അപ്പൊ കറക്റ്റ് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മള് വണ്ടി കയറി ഇനോഗ്രേഷന്റെ പ്ലേസിലേക്ക് പോകുമ്പോൾ ബഫറിംഗ് ഉണ്ടാവും, ഇടക്കിടക്ക് ബഫറിംഗ് ഉണ്ടാവും. ഓക്കെ, അതിനെല്ലാം നോട്ട് സ്പാം ആയിട്ട് കാര്യമില്ല, ഏരിയന്റെ ആണ്. പിന്നെ ഞാൻ ബോണ്ടിങ് ഡിവൈസ് എടുത്തിട്ടില്ല, ട്രാൻസ്മിറ്ററും ബോണ്ടിങ് ഡിവൈസും എടുത്തിട്ടില്ല, ലൈവ് ചെയ്യുന്ന ഡിവൈസ് ഞാൻ എടുത്തിട്ടില്ല, ഫോണിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇടക്കിടക്ക് എല്ലാം ഇടരുത്, ബഫറിംഗ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും, നിങ്ങളെല്ലാം ഇടരുത്. നമ്മ കോമഡി ആക്കാനും ശ്രദ്ധിക്കപ്പെടാനും വേണ്ടി എന്തുവാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഡ്രസ് നീ കുറച്ച് പുല്ല് കുറച്ച് ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കോമഡിയാണല്ലോ. എടാ ആ പേര് ഞാൻ പറയട്ടെ, പുള്ളി നമ്മളെ മറ്റേ ചങ്ങാന്റെ പേര് സ്പാം ചെയ്യണ്ട. എടാ വേർഡ് ബ്ലോക്ക് മോഡറേറ്റേഴ്സ് വേർഡ് ബ്ലോക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുതെ നമ്മളിങ്ങനെ റീച്ച് കൊടുക്കും. ഇവർ ഓരോ പരിപാടി തുടങ്ങിയത് ഇതിനെല്ലാം നമ്മളെ ഓഡിയൻസിൽ അങ്ങോട്ടേക്ക് നമ്മളെ ഓഡിയൻസിൽ അങ്ങോട്ട് പോയത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പേരോ അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഇതൊന്നും ഇവിടെ വന്ന് സ്പാം ചെയ്യണ്ട. സ്പാം ചെയ്താലും ഞാൻ വായിക്കൂല, കാരണം ഒരു സ്ട്രാറ്റജിയാണ്, മനസ്സിലാവും. അത് ഇതാക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ശരിക്കും തന്തക്ക് വിളിച്ചതിന്റെ വിഷമവും ഇതുപോലെ സങ്കടമെല്ലാം അവിടെ ഉണ്ടാവുന്ന ഞാൻ വിശ്വസിച്ചു. അതൊന്നല്ല, ശരിക്കും സംഭവം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് തന്നെയാണ്, സംഭവം മാർക്കറ്റിംഗ്. പിന്നെ ഞാൻ ആരോട് അൺഫോളോ ചെയ്യാന്ന്, ഞാൻ ആദ്യം എനിക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം ഞാൻ പറയണം. ഞാൻ ആരോടും അൺഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളിന്റെ 10-40,000 ഫോളോവേഴ്സ് ഇറങ്ങിപ്പോ അൺഫോളോ ചെയ്ത് ഞാൻ അൺഫോളോ ചെയ്യണോ റിപ്പോർട്ട് അടിക്കണോ എന്ന് ലൈവ് ചോദിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ പരിപാടി അങ്ങനെ പൂട്ടിക്കണമെങ്കിൽ നമുക്ക് പല പേജുകളും പല ആൾക്കാരതും പൂട്ടിക്കാം. അങ്ങനത്തെ പരിപാടി നമ്മളില്ല. ഓക്കെ, ഞാൻ അൺഫോളോ അടിക്കാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പോയിട്ട് അൺഫോളോ അടിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ ആർമീനെ ഇറക്കി അൺഫോളോ അടുപ്പിച്ച് എന്നുള്ള ലെവലിലേക്ക് നാളെ വരും, മനസ്സിലാവും. ഞാൻ ഒരിക്കലും അൺഫോളോ അടുപ്പിക്കാനൊന്നും പറയുന്നില്ല. എനിവേസ് ഗൈസ്, ഞാൻ പറയുന്ന ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഓരോ തവണ പേര് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ അല്ല വ്യൂവർഷിപ്പ് കൂടെ അത് നമുക്ക് ഇതാക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് മോഡറേറ്റേഴ്സ് വേർഡ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, വേർഡ് ബ്ലോക്ക് ചെയ്യും. മോഡറേറ്റേഴ്സ് എല്ലാവരും കൂടി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേർഡ് ബ്ലോക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മളെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അച്ചായൻ കമ്പേക്ക് അച്ചായനില്ല. അച്ചായൻ മാവേലി വരുന്ന പോലെ എപ്പം ഒരിക്കൽ വരും പോവും, അങ്ങനെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായ അച്ചായനാണ് ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടായ അച്ചായൻ ടീമുമായിട്ട് അവിടെ മുന്നിൽ ഫസ്റ്റ് നിൽക്കുന്ന അച്ഛൻ. പക്ഷെ അതിന്റെ ആവശ്യമില്ലടാ, ഞാൻ പറയാം. അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇടാന്ന് വെച്ചാൽ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് ഫാമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഫാമിംഗും അല്ല, കണ്ടന്റ് ഇല്ലാത്ത. ഞാൻ പറയുന്ന ആ വിഷയം ഇതാക്കണ്ട. ഓരോ തവണ പേര് പറയുമ്പോൾ അവിടെ വ്യൂവർഷിപ്പ് കൂടെയാണ്, മനസ്സിലാവും. അതിന്റെ ആവശ്യം നമുക്കില്ല. എനിവേസ് വേർഡ് ബ്ലോക്ക് ചെയ്തോ. ഓക്കെ, ബഫറിംഗ് ഇത്ര 5G ഇല്ല. ട്രൂ 5G ആണോ വെറും 5G ആണോ? ഇപ്പുറത്ത് ട്രൂ 5G അല്ല. ഉണ്ടല്ലോ, അത്യാവശ്യം ഇല്ലേ? 3000 നല്ല ബഫറിംഗ് ആണോ? 3000 2000 ഇത് ബിട്രേറ്റ് കുറക്ക്. ബിട്രേറ്റ് കുറക്കാൻ അറിയോ? ഒരു മിനിറ്റോടാ. ഇതില് 3000 ഉണ്ടായത് അല്ലല്ല 5000 ഉണ്ടായത്. എടാ സീനാണ്. നെറ്റ് സീൻ. ഒന്ന് നോക്കി. വന്നോ ഒന്നൊരു ലാഗ് ഡിലേ ആണോ? ഷിറ്റ് ബ്രോ, ഷിറ്റ്. അവിടെ 720p ആക്കുന്നോ? 720p ആക്കും. ഈ എഡിറ്റടാ മുഖം വട്ടന്ന് എന്റെ മുഖം. എനിക്കിത് 720p ഇട്ട് കഴിഞ്ഞാ അടിച്ച് 2500 3000 തന്നെ 720p ഇട്ടിട്ട് സേവ് ആൻഡ് അപ്ഡേറ്റ് അടിക്കാം. ഇപ്പൊ ശരിയാ നോക്കിയാ വരും. ഒന്നും ചെയ്യണ്ട. ആ നെറ്റിന്റെ ആ പച്ച സാധനം ഇല്ലേ,
ആ 3 വരയില്ലേ പച്ച, അത് കൂടിയാ പറയണേ. പൂത്തപ്പണം കൊടുത്തു പറഞ്ഞ് ഊരിട്ട് വന്നിട്ട് കൂട്ടിയിരിക്കാൻ പറഞ്ഞ പഴം ചേട്ടൻ ഫോട്ടോ എടുക്കും. ആര് അല്ല ഇവിടെ വന്നിട്ടാ ആണോ ലൈവ് പ്രശ്നം? ക്യാമറ ആണോ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. റേഞ്ച് കുറവാ. രണ്ടാളും എടുക്കണം. ആണോ? സുഖല്ല? ഇവിടെ അടുത്താണോ വീട്? ഞാൻ അടുത്തരാം. ഇത് പണ്ടാരോ പറഞ്ഞു. എടാ നെറ്റ് ഓക്കെ ആടാ? ഇല്ല, 1000 kbs പോവാ. 1000 താഴെ പോയി. നല്ല താഴെ പോയി. 1000 താഴെ പോയി. ശരിയാടാ, കാണാം. 1000 താഴെ പോയി. താഴെ പറഞ്ഞാൽ എത്ര താഴെ പോയി? 700 സംടൈംസ്. $800, $700, $1000. ശരിയായോ? എടാ നെറ്റ് ഓക്കെ ആണെങ്കിൽ എല്ലാരും ഒന്ന് ഓക്കെ സ്പാം ചെയ്യണേ. ഫോട്ടോഷൂട്ട് കിടക്കുകയാണ്. മുനവീറിന്റെ ഫോട്ടോഷൂട്ട്. ഈ കോന്ത്രപ്പല്ലാണ് ഫോട്ടോഷൂട്ട്. നമ്മളെല്ലാരും വരട്ടെ. ഈ പോസാന്ന് അടിപൊളി. ഒറ്റക്ക് എടുത്ത് ഫോട്ടോ എടുക്കുന്ന പരിപാടി. ഇത് പണ്ടാര് പറഞ്ഞ കടങ്ങതൊന്നുമല്ല, കണ്ടൊരു കാണാതരും പറഞ്ഞിട്ടുമില്ല. ഓക്കെ ശരി. ഭയങ്കര ഒരു ഡിലേ കാണുന്നുണ്ട്. ഇത്ര 4 മിനിറ്റ് മുമ്പുള്ള ഇവിടുത്തെ വിഷ്വൽസ് ആണ് ഇപ്പൊ ഇവിടെ ലൈവിൽ കാണുന്നത്. എന്താന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആട്ടെ. എനിവേസ് ഗൈസ്, ഇവിടെ നെറ്റ് വളരെ കുറവാണ്. അപ്പൊ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലും ബഫറിങ്ങും എൽ സ്ട്രീമും ഒന്നും ഇടല്ല പ്ലീസ്. അപ്പൊ നമുക്ക് കിട്ടിയ ഉള്ള നെറ്റ് വെച്ച് നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നാളെ മുതൽ എന്തായാലും നമുക്ക് പ്രോപ്പർ നെറ്റും വെച്ച് പ്രോപ്പർ സാധനങ്ങൾ ചെയ്യാം. ഇന്ന് നമ്മള് ഡിവൈസ് ഒന്നും എടുത്തില്ലതാ. ഓക്കെ, അപ്പം സമയത്ത് കേറാൻ സമയാ. അനാൻസ എന്താ ഇഷ്യൂ? അനാൻസാന്റെ എന്താ ഇഷ്യൂ? അനാൻസ് ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. എൽ ഔട്ട്ഫിറ്റ് എൽ തൊപ്പി ബ്രോ. കോൺഫിഡൻസ് കളയാനായിട്ട് പോവാ. സമയത്ത് 5:16 അല്ല 5:30 എത്താനാ അവിടെ പറഞ്ഞേ. 5:30 കറക്റ്റ് എത്താനാ പറഞ്ഞേ. നോക്ക ടർക്കിനെ നോക്ക് അതെന്താക്കുന്നത്. സ്റ്റുഡിയോന്റെ ഡ്രസ്സും സ്റ്റുഡിയോടെ അല്ല. സ്റ്റുഡിയോ അല്ല, സ്റ്റുഡിയോ ഞാനൊരു കാര്യം പറയട്ടെ. ഇതേ അടുക്കല്ലല്ലോ, ഇതേ ബ്ലാക്ക് ഷർട്ട് വേറെ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിലും പൈസ കൂടും. സ്റ്റുഡിയോ ആകുമ്പോ ചെറിയ പൈസയാണ്. മാലയില്ലല്ലോ നമുക്ക്. ഞാനൊരു മാലയില്ലാത്തവനല്ലേ. ഇന്ന് എന്റെ ഒരു പാട്ടുണ്ട് സ്റ്റേജിൽ. എന്റെ ഒരു പാട്ടുണ്ട്. ഇവന്റെ നാരങ്ങപ്പാലൊന്ന് കേട്ടു നോക്കി. ഇവന്റെ ലൊക്കേഷൻ നമ്മളെ കോലഞ്ചേരി അജ്ഫാൻ. ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ മൂവാറ്റുപുഴ. അതായത് ജാസി ഇന്ന് നാരങ്ങപ്പാല് സ്റ്റേജിൽ നിന്ന് പാടുന്നാ പറയുന്നത്. അതായത് ജാസി എന്ന് പറഞ്ഞ ദർശന്ന് ഡയറക്റ്റ് ഇറങ്ങി വരുന്ന ടീമാണ്. പ്രോപ്പർ കോയത്തരം, അതായത് കോയത്തരം മൈൻഡിൽ നിന്ന് വിട്ടുപോകാത്തൊരു മലങ്കോയെന്ന് ഇവൻ ശരിയായ മലങ്കോയ. ഇവൻ എങ്ങനെ എന്ന് പറഞ്ഞവനാ പാടുമ്പോ തന്നെ ഒരു കിതാബ് ഓതുന്ന പോലത്തെ. ഞാനൊന്നും ആവില്ലെന്ന് പറഞ്ഞവനാരാ ഇങ്ങനെ പാടുന്നു. ഇവന്റെ കഥ അറിയാലോ. സണ്ടക്കട്ടും അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഇനോഗ്രേഷന്റെ മുന്നിലേക്ക് നമുക്ക് മന്തിക്കട ആയിക്കൊണ്ടാണോ ഇത്ര ആവേശം? പിന്നല്ലാണ്ട്
എന്റെ പൊന്നകിലെ ഇത്തവണെങ്കിലും നീ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുവോ? ഈ ഇനോഗ്രേഷൻ എല്ലാം പോകുമ്പോ നിന്നെന്തിനാ ഞാൻ ശമ്പളം കൊടുത്തിവിടെ നിർത്തിച്ചെന്ന് അറിയോ? ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോ അവിടെ ഷൂട്ട് ചെയ്യണം. നിഹാലിക്കെല്ലാം ചെയ്യുന്നുണ്ട്. അനാൻസാന്റെ കൂടെയുള്ള നിഹാലിക്ക അപ്പൊ ഒന്നുമില്ല, ഇപ്പം ലോൺ എടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വരും ബാക്കി. എങ്ങോട്ട് പോയി ഫോട്ടോസ് എടുത്തത് ഡബ്ല്യൂ എന്നാ? എങ്ങോട്ട് പോയി ഫോട്ടോസ് എടുത്തതെന്നാ? എടാ ഫോട്ടോസ് എടുക്കാൻ നിർത്തിയല്ല നമ്മള്. ഇതെന്താ ഇത്? ഓ അതുകൊണ്ടാ എടാ എന്റെ ചെയ്തോ ഫുള്ള് ബഫറിങ്, ഫുള്ള് കട്ട് ലാഗ്. നിക്ക് എന്റെ ചെയ്യല നിക്ക് ഒരു 2 മിനിറ്റ് കൂടെ നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കട്ടെ നമുക്ക്. വെറുതെ ഫുള്ള് എല്ലാം ആൾക്കാരെല്ലാം ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഫോണിൽ IR ഇട്ടിട്ട് കാര്യമില്ലടാ, ഡിവൈസ് ഇല്ലാണ്ട് IR ഇടരുത്. നെറ്റുമായിട്ട് ബന്ധമുണ്ട്. നെറ്റുമായിട്ട് ബന്ധം നെറ്റിന് വേണ്ടല്ലടാ IR ഡിവൈസിന് 4 സിമ്മിന്റെ നെറ്റ് ഒരുമിച്ച് തരും. ഇതിൽ 1 സിമ്മിന്റെ നെറ്റ് തരും. ആരോടാ ഞാൻ പറയുന്നത്? വലിയ വള്ളിയിലും കുത്തണ്ടായിമേ, 4 വള്ളി കുത്തണ്ട. ഇതിന് വേറെ എന്തോ വൈ ഉണ്ടല്ലോ, മൊബൈലിൽ നിന്ന് എടുക്കുക. ഗൈസ് എനിവേസ് എന്തായാലും എന്റെ ഗൈസ് നാളെ നമ്മള് ഓണം സ്ട്രീം, ഓണം കോസ്റ്റ്യൂം ഇട്ട് എല്ലാരും എടാ കമന്റ്സിലൊന്ന് പറയട്ടാ. നമ്മള് നാളെ ഓണത്തിന്റെ കോസ്റ്റ്യൂം ഇട്ട് ലൈവ് ചെയ്യാൻ പോയത്. അപ്പം വാമനൻ ആരാ, മാവേലി ആരാ, പുലിക്കളി ആര് കെട്ടണം, മറ്റേ വേട്ടക്കാരൻ ആര് ചെയ്യണം, അതെല്ലാം നിങ്ങൾ കമന്റ്സിൽ പറ. കാലൻ ആര് ചെയ്യണം? കഴിഞ്ഞ കൊല്ലം കാലൻ ചെയ്തത് വിക്കിയാണ്. വിക്കിനെ വിളിച്ചാലോ നമുക്ക്? വിക്കി അങ്ങനെ ഇൻവൈറ്റ് ചെയ്താലോ? എന്തെല്ലാം ചെയ്യണ്ടേ? നാളത്തെ ഓണം സ്ട്രീം, നാളത്തെ ഓണം കോസ്റ്റ്യൂം സ്ട്രീമില് ആരൊക്കെ വരണം, ആരൊക്കെ എന്തൊക്കെ വേഷം കെട്ടണം എല്ലാം ചാറ്റില് കമന്റ് ചെയ്യും. അപ്പൊ എനിവേസ് ഗൈസ് നാളെ പ്രോപ്പർ സെറ്റപ്പ് ആയിട്ട് പ്രോപ്പർ നെറ്റ് ആയിട്ട് നമ്മൾ ലൈവ് വരാം. ഇതിപ്പോ മൊത്തം എല്ല് ബഫറിംഗ് ആണ് വരുന്നത്. ഞാനിപ്പോ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. എന്തായാലും നമ്മൾ പോകുന്നത് ഇനി ഈ ലൈവ് കട്ട് ചെയ്തിട്ട് നേരെ നീ ഇതിട്, വ്ളോഗ് ഓണാക്ക്. ഓക്കെ, ഫുള്ള് വ്ളോഗ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അപ്ലോഡ് ചെയ്തോ. ഓക്കെ, നെറ്റില്ലാണ്ട് എന്തായാലും ഇത് നടക്കൂല. എനിവേസ് ഗൈസ് ഇനിയും പോയാ ഓക്കെ. ഇന്ന് രാത്രി ലോക കാണാൻ പോണം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല, ഇതിൽ സ്റ്റക്കായിട്ടാ കാണിക്കുന്നത്. പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ലോക കാണാൻ പോകുന്നുണ്ട്. ഇന്ന് രാത്രി ഇനോഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതൊക്കെ ഞാൻ ലോക 11 മണിന്റെ ബുക്ക് ചെയ്ത് 11 മണിന്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് ലോക പോകണം. റിവ്യൂ ഞാൻ നാളെ വന്നിട്ട് പറയാം. പ്രോപ്പർ ജെന്യൂൻ റിവ്യൂ ഞാൻ പറയും. ഓക്കെ, അപ്പം സീ ഗൈസ്, ബൈ. ബാക്കി വ്ളോഗിൽ കാണാം, ബാക്കി വ്ളോഗിൽ. ഓക്കെ ഗൈസ്, ബാക്കി വ്ളോഗ് ഇത് കട്ട് ചെയ്തിട്ട് നേരെ വ്ളോഗ് എടുക്കാൻ പോയത്. ബാക്കി വ്ളോഗിൽ കാണാം. ബൈ.